ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ അശ്ലീല സന്ദേശം അയച്ചു നൽകിയത് ഷാജൻ സ്കറി എന്ന മാധ്യമ പ്രവർത്തകനാണ്. എന്തിനാണ് താങ്കൾ ഇത് എനിക്ക് അയച്ചു നൽകുന്നത്? ഇത് അപർണയെക്കുറിച്ചുള്ള ഒരു സംഭാഷണം തനിക്ക് അയച്ചു നൽകുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഷാജൻ സ്കറിക്ക് നേരെയും അധിക്ഷേപ വർഷമാണ്. ഷാജൻ സ്കറിയുടെ ഭാര്യയെക്കുറിച്ച്, പ്രായപൂർത്തിയാകാത്ത മകളെക്കുറിച്ച്, അവർക്കും ഞാൻ ഇതുപോലെയുള്ള ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നു. അതിന് ഷാജൻ സ്കറിയെ ഒരു നിയമ പോരാട്ടത്തിലേക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ നേരത്തെ ഒരു MLA-യുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തപ്പോൾ ആ വാർത്തയിലെ ശരിയോ ശരികേടോ അല്ല അന്വേഷിച്ചത്, അയാളുടെ ജാതിയാണ് അന്വേഷിച്ചത്. അങ്ങനെ തനിക്ക് സുപ്രീം കോടതി വരെയൊക്കെ പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ വിനായകൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴും വിനായകൻ ഒരു ദളിതനാണ് എന്നത് വസ്തുതയാണ്. അതേപോലെ തന്നെ ഒരു ഇടത് ഹാൻഡിലുകളാൽ ആഘോഷിക്കപ്പെടുന്ന ആളാണ് എന്നതും വസ്തുതയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ തെറ്റ് ചെയ്താലോ ആരെ അധിക്ഷേപിച്ചാലോ എല്ലാവരും നിശബ്ദരായിരുന്നു കൊള്ളണം, ആരും ശബ്ദിക്കാൻ പാടില്ല, അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ സാമൂഹിക അവസ്ഥ. വളരെ ദൗർഭാഗ്യകരമാണ് കാര്യങ്ങൾ. നമുക്കെല്ലാം നമ്മുടെ ദളിത് സഹോദരങ്ങളോട് വലിയ ബഹുമാനവും ആദരവുമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കാത്തത് തന്നെ അംബേദ്കറിന്റെ ആത്മനിയന്ത്രണമാണെന്ന് പറയുന്നു. അതായത് ദളിത് സമൂഹം ചരിത്രപരമായി അനുഭവിച്ച വേദനകളെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ വിനായകൻ യഥാർത്ഥത്തിൽ ദളിത് സമൂഹത്തിനൊരു ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പൊതുസമൂഹത്തിന്റെ വിരുദ്ധത, ആഭാസം, അശ്ലീലം, ജാതീയത, കൗണ്ടർ ജാതീയത പ്രയോഗങ്ങൾ, ഇത് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ സംഭാഷണങ്ങൾ, നേരത്തെ ഗീത മാഡം പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നത് ശരിയല്ല. വിനായകനെ ഇടയ്ക്ക് നന്നാക്കാൻ ശ്രീ ജയസൂര്യ ശ്രമിക്കുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകളുണ്ട്. വിനായകനെ അമ്പലത്തിലൊക്കെ വിളിച്ചുകൊണ്ടുപോയി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ കണ്ടു. വിനായകൻ ഈ ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് ആഭാസം പറയുക, സ്ത്രീകളെ ആഭാസം പറയുക. വിനായകനും വലിയൊരു കലാകാരനാണ്, അല്ലാതെ ആരും പറയില്ല. സാക്ഷാൽ രജനീകാന്തിന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് വിനായകൻ. പക്ഷെ അദ്ദേഹത്തിന്റെ കലയും മറ്റുമെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അച്ചടക്കമില്ലായ്മ കാരണം ഇല്ലാതാകുകയാണ്. യഥാർത്ഥത്തിൽ വിനായകനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. വിനായകനോട് ഇഷ്ടമുള്ള കലാരംഗത്തെ ആൾക്കാരോ ഇടതുപക്ഷ സഖാക്കളോ സുഹൃത്തുക്കളോ നടന്നുകൊള്ളട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ അതിലൊന്നും ആർക്കും ഒരു വിയോജിപ്പുമില്ല. വിനായകന് ഇഷ്ടമുള്ളവർ ചികിത്സിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കൊള്ളട്ടെ, അതിലൊന്നും തർക്കമില്ല. ഇതിപ്പോൾ ഗോവിന്ദച്ചാമിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. അയാൾക്ക് പരിശോധനയും അല്ലെങ്കിൽ കൗൺസിലിങ്ങുമാണ് വേണ്ടത് എന്നല്ലല്ലോ പറയാറുള്ളത്. അതായത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു, ആ സ്ത്രീയെ ബലാത്കാരം ചെയ്തുവെങ്കിൽ അതിനനുസൃതമായ ശിക്ഷയാണ് നൽകേണ്ടത്. ഇവിടെയും സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം തുടരുക, എന്തും വിളിച്ചു പറയുക എന്നത് അയാളുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ചികിത്സിക്കാം, അത് ആഗ്രഹമുള്ളവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനവും ഇതിനെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയാണ് ചർച്ച ചെയ്യുന്നത്. പ്രശ്നമേ ആരെങ്കിലും സീരിയസ് ആയ ഒരു പരാതി കൊടുത്താൽ അപർണാജിക്ക് കേൾക്കേണ്ടി വന്നതും അവരുടെ കുടുംബത്തിന് കേൾക്കേണ്ടി വന്നതും ഒക്കെ വളരെ വിഷമമാണ്. ഞാൻ സീരിയസ് ആയി പരാതികളുണ്ടല്ലോ, നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെയാണ് എന്റെ കാര്യം. വിനായകനെ ബഹുമാനത്തോടെയാണ് പറയുന്നത്. നമുക്ക് പോലീസും നമുക്കറിയാമല്ലോ, ഗവൺമെന്റിന്റെ കൂടെ ഇൻഫ്ലുവൻസിലെ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആരെങ്കിലും അങ്ങനെ പോലീസിൽ പരാതി കൊടുക്കുകയും ഫോളോ അപ്പ് ചെയ്ത് ഔട്ട്റേറ്റിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൻ എന്ന് പറഞ്ഞ് കോടതിയിൽ പോവുകയും ചെയ്താൽ വിനായകന് ശിക്ഷ കിട്ടാനുള്ള പ്രോസസ് ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശ്രീ രാഹുൽ ഈശ്വർ, അത് ആർക്കെങ്കിലും ആണോ ആ ഉത്തരവാദിത്തം എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ സമൂഹത്തിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. ചിലർ ദുർബലരായിരിക്കും, ചിലർ ശക്തരായിരിക്കാം, ചിലർ വലിയ സ്വാധീനം ചെലുത്തുന്നവർ ആയിരിക്കാം, ചിലർ താരങ്ങളായിരിക്കാം, പരിവേഷമുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഇരകളാക്കപ്പെടുന്നവന്റെ ഉത്തരവാദിത്തം എന്ന നിലയിലാണോ കാണേണ്ടത്? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ തുടർച്ചയായ അധിക്ഷേപങ്ങൾ നടത്തുന്നു. അതിനു മുമ്പ് നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകില്ല. ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമില്ല, ഒരു യുവജന സംഘടനകളുമില്ല എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അല്ല, ബഹുമാന പുരസ്സരം പറഞ്ഞോട്ടെ, ഇടതുപക്ഷത്തിന്റെ ചിലപ്പോഴെങ്കിലുമുള്ള ഇരട്ടത്താപ്പാണ്. ഞാനത് ഒന്നുകൂടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ഒരു വ്യാജ പരാതി കൊടുത്ത് ശ്വേതാമേനോനെതിരെ കേസെടുപ്പിക്കാൻ നിൽക്കുമ്പോൾ എല്ലാ കാര്യവും ഉണ്ടായിട്ടും വിനായകനെതിരെ ഒരു ആക്ഷൻ പോലും ഉണ്ടാകുന്നില്ല. എന്തുമാത്രം ദൗർഭാഗ്യകരമാണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. യാതൊരു മെറിറ്റുമില്ലാത്തൊരു പരാതിയിൽ ശ്വേതാമേനോനെതിരെ ഒരു വ്യാജ വൾഗർ പരാതി എടുത്തു കൊടുത്തപ്പോ അതിനെതിരെ ആക്ഷൻ എടുപ്പിക്കാൻ അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായ നടപടി ഇവിടെ നിൽക്കുമ്പോൾ ഈ രീതിയിൽ വിനായകനെതിരെ ഒരു നടപടി എടുക്കാൻ ആൾക്കാർ വരുന്നില്ല എന്നുള്ള ദൗർഭാഗ്യകരമാണ്. എനിക്ക് തോന്നുന്നു അഗ്രീവ് പാർട്ടീസ് ആരെങ്കിലും കൂടി തന്നെ അതിനൊന്ന് മുൻകൈ എടുക്കണം, പോലീസിൽ കൊടുക്കണം. പോലീസ് പ്രത്യേക ആക്ഷൻ ഒന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അത് കോടതിയിൽ ഫോളോ അപ്പ് ചെയ്യണം. കാര്യം വിനായകൻ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പൊതു ശല്യമായി മാറുകയാണ്.
എപ്പോഴും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന ഒരു ഇതായി മാറുകയാണ്. വിനായകൻ എന്ന കലാകാരനെ ഒരു ബഹുമാനക്കുറവില്ല. അദ്ദേഹത്തെ പല ചർച്ചകളിലും പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ വിനായകൻ ഈസ് ക്രോസിംഗ് ഓൾ ലിമിറ്റ്സ്. എല്ലാത്തരം മര്യാദയുടെ സീമകളും ലംഘിക്കുകയും ലൈംഗിക ചുവയുള്ള അശ്ലീല ചുവയുള്ള, നേരത്തെ തന്നെ ഓർമ്മയാണ് ഒരു പ്രസ് മീറ്റിൽ ഒരു പെൺകുട്ടിയോട് നേരിട്ട് സെക്സിന്റെ കാര്യം ചോദിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മാന്യതയും സഭ്യതയും വിനായകൻ അതിലംഘിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിനായകന് ഒരു പാഠം പഠിക്കേണ്ട, വിനായകനെ പാഠം പഠിപ്പിക്കേണ്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാഠം പഠിക്കേണ്ട അവസരമാണ്. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം, യുവജന സംഘടന മുൻകൈ എടുക്കണം, ഒരു ആക്ഷൻ, ലീഗൽ ആക്ഷൻ ഉണ്ടാകണം. യെസ്, വളരെ നന്ദി ശ്രീമതി ഗീത. ഒപ്പം രാഹുൽ ഈശ്വർ. വീണ്ടും